ഇന്ന് നമുക്കൊരു ഫിഷ് പെരട്ടിയതാണ് കേട്ടോ. ചിക്കനും ബീഫും മാത്രം പെരട്ടിയാൽ മതിയോ, നമുക്കൊരു മീൻ പെരട്ടും കൂടെ ഉണ്ടാക്കണ്ടേ. എന്നാ ഒരു ടേസ്റ്റാണെന്ന് അറിയാമോ? മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. ഇതിന് വേണ്ടത് കഷണം മീനാണ്, നമ്മുടെ ചൂര കേര പോലത്തെയുള്ള ഫിഷ് വേണം. ഇനി ഇതിനായിട്ട് ചെറിയുള്ളി വേണം, ഇഞ്ചി വെളുത്തുള്ളി വേണം. ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ കറിവേപ്പിലയും ഉപ്പും പുളിവെള്ളമാണ് ഒഴിക്കേണ്ടത്. സാധാരണ മീൻകറിയുടെ അത്രയും പുളി വേണ്ട, പേരിന് കുറച്ച് പുളി മാത്രം മതി. പുളിവെള്ളം ഒഴിച്ചിട്ട് കൈയും കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, ഇതിനകത്തേക്ക് മീനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോന്നേ, നമുക്ക് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം മതി. ഇത് നമ്മൾ കറിയല്ല വെക്കുന്ന പെരട്ടാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് അങ്ങോട്ട് വറ്റിച്ചെടുത്തോളൂ. നന്നായിട്ട് വറ്റി വരുമ്പോൾ ഉണ്ടല്ലോന്നേ, മല്ലിയിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങ് അടച്ച് വെച്ചിട്ടുണ്ടല്ലോ, കഴിക്കാൻ നേരത്തെ എന്നാ ചെയ്യണമെന്ന് അറിയാവോ? അങ്ങോട്ടൊന്ന് കറക്കുക, ഒന്ന് വട്ടം ചുറ്റിച്ചിട്ട് അങ്ങ് എടുത്തങ്ങ് കഴിക്കണം. എന്നാ ഒരു ടേസ്റ്റാണെന്ന് അറിയാവോ? മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇത് ഉണ്ടാക്കി നെക്സ്റ്റ് ഡേ ഒക്കെ കഴിക്കണം. നെക്സ്റ്റ് ഡേ ഒന്നും വരെ ഇരിക്കില്ല, കാരണം ഇതിൻ്റെ ടേസ്റ്റും കൊണ്ട് അപ്പം തന്നെ തീരും കേട്ടോ. നെക്സ്റ്റ് ഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് റവ ഉപ്പുമാവൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒപ്പം പറ്റിയൊരു ഐറ്റമാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യണേ. ടാറ്റാ.